ലബനൻ അതിർത്തി വീണ്ടും കടുത്ത സംഘർഷഭരിതമായിരിക്കുകയാണ്. ദക്ഷിണ ലബനനിലെ മർജയൂൺ ജില്ലയിൽ ഉൾപ്പെട്ട തായ്ബ പട്ടണത്തിൽ ഇസ്രായേൽ സൈന്യം അതിശക്തമായിട്ടുള്ള ബോംബാക്രമണം നടത്തിയെന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലബനനിലെ ദേശീയ വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന ഈ വാർത്തകൾ പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. തായ്ബയിലുണ്ടായ ഈ കനത്ത വ്യോമാക്രമണത്തിൽ സംഭവിച്ച ആളപായങ്ങളോ നാശനഷ്ടങ്ങളോ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. ലബനൻ അതിർത്തിയെ നിശബ്ദമാക്കിക്കൊണ്ട് ഇസ്രായേൽ വ്യോമസേന നടത്തിയ ഈ മിന്നലാക്രമണം പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ ഇസ്രായേൽ കാത്തിരുന്ന് നടപ്പിലാക്കിയ തന്ത്രപരമായിട്ടുള്ള നീക്കമാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. കൃത്യമായ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു വലിയ സൈനിക ക്യാമ്പയിന്റെ തുടർച്ചയാണ് ഈ ആക്രമണം എന്ന് വേണം കരുതാൻ. ഈ തന്ത്രപരമായിട്ടുള്ള നീക്കത്തിന്റെ ആദ്യഘട്ടം 2 ദിവസം മുൻപ് തന്നെ ദക്ഷിണ ലബനനിൽ ദൃശ്യമായിരുന്നു. അതിർത്തി ഗ്രാമങ്ങളായിട്ടുള്ള ഐദറൂണിലും ഹൂലയിലും ഇസ്രായേൽ സൈന്യം വലിയ തോതിലുള്ള സ്ഫോടനങ്ങളും വീടുകൾ തകർക്കലും ഒക്കെ നടത്തിയിരുന്നു. ഐദറൂണിലെ നിരവധി വീടുകളാണ് സൈന്യം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചും JCB ഉപയോഗിച്ചും ഒക്കെ തകർത്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് മർജയൂൺ ജില്ലയിലെ ഹൂലയിലും രാത്രിയിലുടനീളം ഇസ്രായേൽ സ്ഫോടന പരമ്പരകൾ നടത്തിയത്. ഈ 2 നീക്കങ്ങളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇന്നത്തെ വലിയ വ്യോമാക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിൽ തന്ത്രപരമായിട്ടുള്ള ക്ലിയറിംഗ് ഓപ്പറേഷൻ നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്നാണ്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ജൂൺ 26-ന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ലബനനും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപരമായിട്ടുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ഈ സൈനിക നീക്കങ്ങൾ നടക്കുന്നത് എന്നതാണ്. അമേരിക്ക അർദ്ധരാത്രിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാനെ ശക്തമായി ആക്രമിച്ചിരുന്നു. ഏതാണ്ട് ഇതേ സമയം തന്നെയാണ് ഇസ്രായേൽ ലബനനിലും അടിക്കുന്നത്. 2 ദിവസം മുൻപ് ഈ ക്ലിയറിംഗ് തുടങ്ങിയെന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഈ ആക്രമണത്തിനെ പറ്റി ഇസ്രായേലിന് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിർത്തിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നായിരുന്നു ഈ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥ. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന കർശന നിലപാടിലാണ് ഇസ്രായേൽ. മാർച്ച് 2 മുതൽ ലബനനിൽ തുടരുന്ന സൈനിക നടപടികളിൽ ഇതേവരെ 4300-ലധികം പേർ കൊല്ലപ്പെടുകയും 12000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ ലബനൻ അതിർത്തിക്കുള്ളിലേക്ക് 10 കിലോമീറ്ററിലധികം മുന്നേറാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിൽ ഇസ്രായേലി ഡ്രോണുകൾ ഇപ്പോഴും നിരന്തരമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. അതിർത്തിയിലെ കരാറുകൾക്കും ചർച്ചകൾക്കും അപ്പുറം സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി ഇസ്രായേൽ നടത്തുന്ന ഈ മുൻകൂട്ടി നിശ്ചയിച്ച സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും പൂർണ്ണമായിട്ടുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നയിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം തങ്ങളുടെ ആക്രമണം ശക്തമാക്കുമ്പോൾ മേഖലയിലെ തന്ത്രപരമായിട്ടുള്ള സന്തുലിതാവസ്ഥ എപ്രകാരം മാറുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.